ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു. സമീപകാലത്തൊന്നും ഇറാൻ കാണാത്ത പ്രതിഷേധമാണിത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടങ്ങിയതാണ് ഈ പ്രക്ഷോഭം എങ്കിലും ഭരണമാറ്റം പ്രധാന മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. റിസ ഷാ പഹ്ലവി അമേരിക്കയിൽ നിന്ന് ആഹ്വാനങ്ങൾ നൽകുന്നു. ഏത് നിമിഷവും ഇടപെടും എന്ന് ട്രംപ് ഭീഷണി മുഴക്കുകയാണ്. രാജ്യത്തെമ്പാടും ഇൻ്റർനെറ്റ് നിരോധിച്ചിട്ടും പ്രക്ഷോഭത്തെ അടക്കി നിർത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. സംഘർഷത്തിൽ ഇതിനകം 100-ലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 2500-ലേറെ പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങൾ വിദേശ ശക്തികൾ ഇടപെട്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അതിന് പിന്തുണ നൽകിയവരാണ് ഇപ്പോഴത്തെ കലാപത്തിൻ്റെ നേതാക്കൾ എന്നും ഇറാൻ വിശദീകരിക്കുന്നു. പ്രതിഷേധങ്ങൾക്കിടയിൽ നിന്നും മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടുന്നുണ്ട്. ഇറാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ യുഎസും ഇസ്രായേലും ഇടപെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അമേരിക്കയും ഇറാനും സമവായത്തിലെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ഇടങ്കോലിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിച്ചു. അപ്രതീക്ഷിത തിരിച്ചടിയും നേരിട്ടു. അതിന് ശേഷമാണിപ്പോൾ ഈ ഭരണത്തെ തന്നെ മാറ്റാൻ യുഎസും ഇസ്രായേലും ഒന്നിച്ച് ശക്തമായി ഇറങ്ങുന്നത്.